രാജ്യാന്തര വാർത്തകളുമായി ജെയിംസ് സാർ ഉണ്ട്. ഗുഡ് മോർണിംഗ് ജെയിംസ് സാർ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഗുഡ് മോർണിംഗ് സ്മിത. ഹായ്. അതെ, എന്തായാലും പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്. മാത്രമല്ല, ഇസ്രയേലിലെ യുദ്ധകാല മന്ത്രിസഭയിൽ തന്നെ ഒരു പൊട്ടിത്തെറിയുണ്ട്. ചില മന്ത്രിമാർ പുറത്തു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതിനിടെ ഗസയിൽ കൂടുതൽ മരണം ഉണ്ടാകുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ക്രിസ്റ്റീന, ഈ ഗസ യുദ്ധം 7 മാസം പിന്നിട്ട് കഴിയുമ്പോൾ ഇസ്രായേൽ യുദ്ധകാല മന്ത്രിസഭയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ 2 മന്ത്രിമാരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുദ്ധകാര്യമന്ത്രി അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തന്നെ അഭിപ്രായ ഭിന്നതയുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഗസയിലെ യുദ്ധം അവസാനിച്ചാൽ യുദ്ധാനന്തര ഭരണത്തിന് അത് ഇസ്രായേൽ ഇടപെടേണ്ട കാര്യമില്ല, അത് മറ്റ് ഏജൻസികൾക്ക് പാലസ്തീനെ ഏൽപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രതികരണം വന്നു. പക്ഷെ അതിനെതിരെ അപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും യുദ്ധം കഴിഞ്ഞാലും ഗസ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വന്നിരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം മുൻ യുദ്ധകാര്യമന്ത്രിയും ഓൾട്ടർനേറ്റ് പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന ബെന്നി ഗാൻസിൻ്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹവും യുദ്ധകാര്യ മന്ത്രിസഭയിലെ അംഗമാണ്. അപ്പോൾ 2 പേർ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെൻട്രിസ്റ്റ് പാർട്ടിയും താനും ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുമെന്നാണ്. ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 7 മാസത്തെ യുദ്ധത്തിനിടയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അവിടെ തന്നെ വലിയ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ഇസ്രായേലി ആക്രമണത്തിന് കുറവൊന്നുമില്ല. അവർ റഫയിൽ, വടക്കൻ ഗസയിലെ ജബാലിയ ക്യാമ്പിലൊക്കെ വലിയ ആക്രമണം നടത്തി 90-ലേറെ പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജബാലിയ ക്യാമ്പിനടുത്ത് തന്നെയാണ് അവിടുത്തെ അബദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് 5 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത്. യുദ്ധം രൂക്ഷമാവുകയാണ്. 90 പേർ കൊല്ലപ്പെട്ടതോടെ ഇപ്പോഴത്തെ മരണസംഖ്യ 35,400-ലേറെ ആയിട്ട് ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ 500-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ. ഇതെല്ലാം കൂടി വരുമ്പോൾ 36,000-ലേറെയായി കൊല്ലപ്പെട്ടവരുടെ സംഖ്യ. അതിനിടയിൽ 3 ബന്ദികളുടെ ഭൗതിക ശരീരം കണ്ടെടുത്തിരുന്നു. ഇസ്രായേലി ബന്ദികളുടെ നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിച്ചതിൻ്റെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതേ ചൊല്ലി നടക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഖത്തർ, ഈജിപ്റ്റ് ഇവരൊക്കെ ഇടപെട്ടിരുന്നു ഇത് പ്രശ്നം തീർക്കാൻ വേണ്ടി. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. അമേരിക്ക രംഗത്ത് വന്നിരുന്നു. അമേരിക്ക ഇവിടെ ആക്രമിക്കുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഇസ്രായേലുമായി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇസ്രായേൽ ഒന്നും കേൾക്കുന്നില്ല. അമേരിക്കയ്ക്ക് ഇരട്ടത്താപ്പാണ്. ഒരു ഭാഗത്ത് ആയുധങ്ങൾ കൊടുക്കുന്നു, മറുഭാഗത്ത് ഇത് വേണ്ട എന്ന് പറയുന്നു. ദക്ഷിണാഫ്രിക്ക കേസ് കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് കോടതിക്കുള്ളിൽ നടക്കുന്നത്. ഇസ്രായേലിനെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണമാണ് ദക്ഷിണാഫ്രിക്ക വംശഹത്യ നടത്തുന്നുള്ള ആരോപണം വരെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഈ മണിക്കൂറുകളിൽ സംഭവിക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ശരി ജെയിംസ് സാർ, അതിനിടയ്ക്ക് ഈ കിർഗിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകളും നമുക്ക് കുറച്ചൊരു ആശങ്കയുണ്ടാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം, 10,000-ലേറെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ, അല്ലേ? തീർച്ചയായിട്ടും സ്മിത. കിർഗിസ്ഥാൻ മധ്യ ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ വിദ്യാർത്ഥികൾ MBBS-ന് പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ്. മലയാളി വിദ്യാർത്ഥികളടക്കമുണ്ട് അവിടെ. 15,000-ലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ അവിടുത്തെ വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ കിർഗിസ്ഥാൻ എന്ന രാജ്യത്തിലെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ വിദേശ വിദ്യാർത്ഥികൾ അവർ തമ്മിൽ, പ്രത്യേകിച്ച് അത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയാണെന്ന് പറയുന്നു, കുട്ടികൾ തമ്മിലും അവിടുത്തെ നാട്ടുകാരുമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള വഴക്കും അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലും ഉണ്ടായി. ഏറ്റുമുട്ടലിന് ശേഷം 10,000-കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി ഹോസ്റ്റലുകൾ ആക്രമിച്ചു. പാകിസ്ഥാനിലെ 3 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല. സ്ത്രീകളെ, അവിടുത്തെ വനിതകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള തരത്തിൽ, പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. എന്തായാലും അവിടുത്തെ അവസ്ഥ ഇത്തിരി ടെൻസാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ കാര്യത്തിൽ ഇന്ത്യൻ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ പരസ്യമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും തിരിച്ചു വരാൻ സ്പെഷ്യൽ വിമാനം വിട്ടുകൊടുക്കാമെന്ന് പാകിസ്ഥാൻ പറയുന്നു. എന്തായാലും ഒരു രാജ്യത്ത്, വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഈ തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റിലായിപ്പോയി. വിദേശത്ത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്ക് തദ്ദേശീയരും വിദേശ വിദ്യാർത്ഥികളും തമ്മിലുള്ള പോരുകൾ ഉണ്ടാവുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. സ്മിത, ക്രിസ്റ്റീന.
ജെയിംസ് സാർ, അതുപോലെ തന്നെ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ താലിബാൻ ഭരണത്തിന് കീഴിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്, മറ്റ് ചില പ്രശ്നങ്ങളും അവരനുഭവിക്കുന്നുണ്ട് എന്ന പരാതികളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരു മിന്നൽ പ്രളയം കൂടി വന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഈ മിന്നൽ പ്രളയം ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു പുതിയ ഭാവഭേദമാണ്. കാരണം ഏത് സമയത്താണ് പ്രളയം വരുന്നതെന്ന് അറിയില്ല. ഒറ്റ ദിവസത്തെ മഴയിൽ മുഴുവൻ മുങ്ങുന്നു, കാറുകൾ ഒലിച്ചു പോകുന്നു, കന്നുകാലികൾ ഒലിച്ചു പോകുന്നു, വീടുകൾ തകരുന്നു. ഈ തരത്തിൽ വല്ലാത്തൊരു കറ്റാസ്ട്രോഫി അല്ലെങ്കിൽ ദുരന്തം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ, അത് പ്രത്യേകിച്ച് മധ്യ അഫ്ഗാനിസ്ഥാനിലാണ് മിന്നൽ പ്രളയമുണ്ടായി. അവിടെ 50 പേർ മരണമടഞ്ഞു എന്ന വാർത്തയാണ്. മരണസംഖ്യ ഇനിയും കൂടുതലാണ്. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. ആയിരക്കണക്കിന് വീടുകൾ ഒലിച്ചുപോയി, കന്നുകാലികൾ ഒലിച്ചുപോയി. വല്ലാത്ത അവസ്ഥയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി അതീവ രൂക്ഷമാണ്. അവിടുത്തെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്കൂളുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ വിദ്യാഭ്യാസം നടത്തേണ്ടതാണ്. വനിതകൾ തൊഴിലിടങ്ങൾ പോകാൻ അനുവദിക്കുന്നില്ല. വനിതകൾ ഇത്ര കിലോമീറ്റർ വിട്ടു പോകണമെങ്കിൽ പുരുഷൻ്റെ അകമ്പടി ചെയ്യിക്കണം. ഏത് യുഗത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ജീവിക്കുന്നതെന്ന് അറിയില്ല. താലിബാൻ ഇതുപോലെയുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഇതാണ് സ്ത്രീകൾക്കെതിരെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിലാണ് ഈ പ്രകൃതി ദുരന്തം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ ഭൂരിപക്ഷം രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അഫ്ഗാനിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് സഹായം കൊടുത്താൽ അത് പാകിസ്ഥാൻ വഴിക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ഗോതമ്പ് കൊടുത്തു, പാകിസ്ഥാൻ അത് ആദ്യം കൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഈ ചബഹാർ തുറമുഖം ഇറാനിൽ നമ്മൾ ഏറ്റെടുത്തതോടെ അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ട് പോകാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രളയത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ സഹായം ഇറാൻ വഴി അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഇറാൻ്റെ ആ പോർട്ട് വരുന്നതോടെ ആ വഴിക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ടെത്താൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ശരി ജെയിംസ് സാർ, ഏതായാലും ഒരുപാട് ദുഃഖവാർത്തകൾ അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് വരുന്നത്. എന്നാലും ഈ നല്ലൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ. നല്ലൊരു ഞായറാഴ്ച നേരുന്നു. പിന്നെ ഇത് പറയാതിരിക്കാൻ പറ്റൂല. അതെ, തീർച്ചയായും ദുരന്തങ്ങൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ജെയിംസ് സാറെ, കുറെ കമന്റ്സും ഉണ്ട്. മിനി ബാബു ചോദിക്കുന്നു, പി സാറിന്റെ മുഖത്ത് സന്തോഷം ഇല്ലല്ലോ, കൂട്ടുകാരൻ ഇല്ലാഞ്ഞിട്ടാണോന്ന്. അപ്പൊ എന്താ ഞങ്ങളെ ഇഷ്ടമല്ലേ ജെയിംസ് സാർ? ക്രിസ്റ്റീനയും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് SKനെ പോലെ തന്നെ അവരും വളരെ പ്രധാനപ്പെട്ടവരാണ്. ആരെയും കുറച്ച് കാണുന്നില്ല. ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്. താങ്ക് യു സാർ. താങ്ക് യു. ജെയിംസ് സാറിന് അങ്ങനെ ഒന്നും ഇല്ലട്ടെ. എല്ലാവരോടും ഒരേപോലെ നല്ല ചിരിച്ച മുഖത്തോടു കൂടി മാത്രം വളരെ സപ്പോർട്ടീവായിട്ടും പോസിറ്റീവായിട്ടും പെരുമാറുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ജെയിംസ് സാറിനെ മാത്രമേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഏത് സമയത്തും നല്ല പോസിറ്റീവായിട്ട് നല്ല ഉന്മേഷത്തോടു കൂടി കാണുന്ന ഒരാളാണ് ജെയിംസ് സാർ.